സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമജടസഹസ്രേണ ഭാഷ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്ഭാതിസാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിച്ചവർക്കെല്ലാം അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ 71-ാമത്തെ ദശകത്തിൽ 4 ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. ത്വം സിന്ധുജാവാപ്യ ദീവമത്വ എന്നൊരുത്തിയിൽ പറഞ്ഞു. സിന്ധുദേശത്തെ കുതിര, ദേശത്തെ കുതിരകളാണ് ഏറ്റവും നല്ലത് എന്നാണ് പണ്ടത്തെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ സിന്ധുജ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ നിന്നുണ്ടായ ലക്ഷ്മി ദേവി എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ആ നാനാർത്ഥം ഇവിടെ വെച്ചിട്ടാണ് പ്രയോഗിച്ചിരിക്കുക. സിന്ധുജയ്ക്ക് പ്രാപ്യനാണ് ഭഗവാൻ, ലക്ഷ്മി ദേവിക്ക് പ്രാപ്യനാണ് എന്ന് വിചാരിച്ചിട്ടാണ് സിന്ധുജൻ അങ്ങനെയുള്ള കുതിരയുടെ രൂപം കൊണ്ടത് എന്നും അത് അലങ്കാരികമായിട്ട് തമാശയായിട്ട് പറയണം. പിന്നെ ഗന്ധർവതാമേഷ, ഗന്ധർവത എന്നുള്ള പേരിന് കുതിരയുടെ എന്നുള്ള അർത്ഥമാണുള്ളത്. ഗന്ധർവത കുതിരത്വം വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഗന്ധർവന് ഗാനഗന്ധർവൻ എന്നുള്ള അർത്ഥവും ഉണ്ട്. ഗന്ധർവത ഒരാൾ സ്വീകരിച്ചാൽ ശരിക്കും ശബ്ദം നന്നാവില്ലേ വേണ്ട. പക്ഷേ ഈ ഗന്ധർവൻ്റെ ശബ്ദം അസഖ്യമായിരുന്നു, കർണകഠോരായിരുന്നു. താക്ഷ്യാത്പിതാഗ്രേ തവ താക്ഷ്യേവാന്ന് പിന്നൊരു പ്രയോഗം, ഇതൊക്കെ പ്രയോഗങ്ങളാണ്. കുതിര ഗരുഡനിൽ പാദങ്ങളിൽ അർപ്പിച്ചിട്ടുള്ള നിന്തിരുവടിയുടെ മാറിടത്ത് നേരെ കാൽ കൊണ്ട് ചവിട്ടി. താക്ഷ്യാർപ്പിതാഗ്രേ തവ താക്ഷ്യേവ, താക്ഷ്യൻ കുതിര എന്നർത്ഥമുണ്ട്. അറ്റ് ദി സെയിം ടൈം ഗരുഡൻ എന്നർത്ഥമുണ്ട്. അപ്പോൾ ഗരുഡന് പ്രാപ്യനാണല്ലോ ഭഗവാൻ. ഗരുഡൻ്റെ താനും ഒരു താർക്ഷ്യനാവാം എന്ന് വിചാരിച്ചിട്ട് കുതിരത്വം എന്നർത്ഥത്തിലും താർക്ഷ്യൻ പ്രയോഗിച്ചതാണ്. ഇനി അടുത്തത് ഇന്ദ്രവജ്ര. ത്വം വാഹദണ്ഡേ കൃതദീശ വാഹാദണ്ഡം നെതാ തസ്യ മുഖേ തദാനീം തദ്വൃത്തിരുദ്ധശ്വസനോ ഗദാസു സപ്തി ഭവൻ അപ്യയമൈക്യമാകാത്. എന്തൊക്കെ പ്രയോഗമുണ്ടോ. തദാനീം വാഹാദണ്ഡേ, വാഹദണ്ഡം കുതിരയെ നിഗ്രഹിക്കുവാൻ ഉറച്ചിട്ട്, കൃതധി ഉറച്ചിട്ട്, ഉറച്ച ബുദ്ധിയോടുകൂടിയവൻ ആയിട്ട്, കൃതധി വാഹദണ്ഡം വധിക്കുക, കുതിരയെ വധിക്കുക. ബാഹ എന്നും വകാരങ്ങൾക്ക് ഒരേപോലെയാണ് പണ്ട് കൽപ്പിച്ചിരുന്നത്. അപ്പോൾ ബാഹ എന്ന് പറഞ്ഞാൽ ബകാര, വകാരങ്ങളെ കൊണ്ട് വാഹദണ്ഡം. അപ്പോൾ വാഹദണ്ഡത്തിനെ ഉറച്ച് വാഹാദണ്ഡം ചെയ്തു എന്നാണ് ഇവിടെ പറഞ്ഞത്. വാഹദണ്ഡം വധം, കുതിരയെ നിഗ്രഹിക്കുവാൻ ഉറച്ചിട്ട്. വാഹദണ്ഡേ കൃതതി, ഇവിടെ ചെയ്തത് എന്താണ്? വാഹാദണ്ഡന്യത, തൻ്റെ ആ ശക്തി കൊണ്ട് മറ്റൊരു വാഹത്തിൻ്റെ, അദണ്ഡം എന്നല്ല വാഹാദണ്ഡം, കുതിരയുടെ വായിൽ നീണ്ട കൈ കടത്തി എന്നുള്ളതാണ് ഈ വാഹാദണ്ഡം ഉദ്ദേശിക്കണം. വധത്തെ ഉദ്ദേശിച്ച് വാഹാദണ്ഡം ചെയ്തു, വാഹദണ്ഡത്തെ ഉദ്ദേശിച്ച് വാഹാദണ്ഡം ചെയ്തു. വാഹാദണ്ഡന്യതാച, കുതിരയുടെ വായിൽ നീണ്ട തൻ്റെ കൈകൾ കടത്തി ശ്വാസം മുട്ടിച്ചു. എത്ര വലുതാവാനും എത്ര ചെറുതാവാനും ഭഗവാന് വിഷമമില്ലല്ലോ. അതിനെ ശ്വാസം മുട്ടിച്ചു. അതാണ് വാഹാദണ്ഡം, കൈകൾ കടത്തി ശ്വാസം മുട്ടിക്കുന്ന പ്രക്രിയ.
കൈകൾ കടത്തുക എന്നുള്ളതിനാണ് വാഹാദണ്ഡം. വധത്തെ ഉദ്ദേശിച്ച് വാഹാദണ്ഡം ചെയ്തു. വാഹദണ്ഡം വധം, വാഹാദണ്ഡം ഒരു ദീർഘത്തിൻ്റെ വ്യത്യാസമുണ്ട്, കൈകൾ കടത്തൽ. വാഹദണ്ഡം ഉദ്ദേശിച്ച് വാഹാദണ്ഡം ചെയ്തു, വധം ഉദ്ദേശിച്ച് കൈകൾ കടത്തി എന്ന് ചുരുക്കം. തൃതിരുദ്ധ ശ്വസന ഗതാസു, ശ്വാസം മുട്ടി. നിരുദ്ധ ശ്വസന, ശ്വസനം ശ്വാസം, അത് മുട്ടിയിട്ട് രുദ്ധാവുക, പ്രാണൻ പോയി. ശ്വാസല്യംകാർക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ? സപ്തീഭവൻ അഭി, വീണ്ടും വാക്കുകളുടെ പ്രയോഗം. സപ്തീഭവൻ കുതിര എന്നുള്ള അർത്ഥം. അതേ സമയത്ത് അതിന് 7 എന്നുള്ള അർത്ഥമുണ്ട്, അതേ സപ്തം. അപ്പം സപ്തീഭവൻ 7 ഉള്ള ആൾ എന്നർത്ഥത്തിലും എടുക്കാം. കാമക്രോധാദികളിൽ കിടന്ന് കളിക്കുന്നവൻ എന്നുള്ള അർത്ഥം വേണമെങ്കിൽ എടുക്കാം. സപ്തീഭവൻ എന്ന് പറഞ്ഞാൽ കുതിര എന്നുള്ള അർത്ഥമുണ്ട്. ആ കുതിരയുടെ രൂപത്തെ പ്രാപിച്ചു അവനാണെങ്കിലും ഐക്യമാകാതെ ഭഗവാനുമായിട്ട് ഐക്യത്തെ പ്രാപിച്ചു. കാമക്രോധാദികളിൽ കിടന്ന് കളിക്കുന്ന സപ്തീഭവനാണെങ്കിലും കുതിരയാണെങ്കിലും ആ ഐക്യത്തെ പ്രാപിച്ചു. സപ്തീഭവൻ 7 കുതിര എന്നൊക്കെ പറയാം. കുതിര എന്നുള്ള അർത്ഥമാണ് സപ്തീഭവൻ. പക്ഷേ ഇവിടെ എന്തുണ്ടായി? 7 പോയിട്ട് ഒന്നാക്കി, ഐക്യമാകാത്. ഭഗവാന്റെ കൈകൊണ്ട് വധിക്കപ്പെട്ടതുകൊണ്ട് വാസം കിട്ടുകയും ചെയ്തു. അപ്പോൾ വാഹദണ്ഡേ കൃതദീശ്ച വാഹാദണ്ഡം, കൃതദീശ്ച വാഹാദണ്ഡം, 2 വാക്കിൻ്റെ അർത്ഥമാണ് ഓർക്കേണ്ടത്. വാഹദണ്ഡം ദീർഘല്യാദ്യത്തെ വാഹദണ്ഡം വധം എന്നർത്ഥമേ ഉള്ളൂ. ആ വധത്തെ ഉദ്ദേശിച്ചിട്ട് എന്ത് ചെയ്തു? വാഹാദണ്ഡം ചെയ്തു. വാഹദണ്ഡത്തെ ഉദ്ദേശിച്ച് വാഹാദണ്ഡം ചെയ്തു. വധത്തെ ഉദ്ദേശിച്ച് കൈകൾ വായിലേക്ക് കടത്തിയതിനാണ് വാഹാദണ്ഡം എന്ന് പറയുക. ഒരു വാക്കിൽ പറഞ്ഞിരിക്കുകയാണ് വാഹാദണ്ഡം. വായിൽ കൈകൾ കടത്തുന്ന പ്രക്രിയയ്ക്ക് വാഹാദണ്ഡം എന്ന് പേര്. വാഹ എന്ന് പറഞ്ഞാൽ ബാഹുദണ്ഡം എന്നുള്ളതിന് വന്നതാണ്, മാറിത്തിരിഞ്ഞ് വന്നതാണ് ഈ വാഹാദണ്ഡം എന്നാണ് പറയണത്. അങ്ങനെ കേശിയെ ഭഗവാൻ വധിച്ചു, ഭഗവാനുമായിട്ട് ഐക്യം പ്രാപിക്കുകയും ചെയ്തു. അടുത്തത് ഉപജാതി എന്ന വൃത്താണ്. ആലംബമാത്രേണ പശോസുരാണാം പ്രസാദകേ നൂത്നൈവാശ്വമേധേ കൃതേ ത്വയാ കർഷ്ടവശുരേന്ദ്രാത്വാം തുഷ്ടുവു കേശവനാമധേയം. വളരെ പ്രധാനമാണ്. കേശിയെ വ്യക്താണെന്നർത്ഥം. വധിച്ചതുകൊണ്ട് കേശവനാമധേയം അങ്ങേക്ക് ഉണ്ടാവുകയും ചെയ്തു. കേശവൻ എന്ന പേര് കേശിയെ വധിച്ചതുകൊണ്ട് കിട്ടിയതാണ്. അതിന് മുമ്പ് എന്തൊക്കെയാണ് പറഞ്ഞത്? പശോ ആലംബമാത്രേണ, മൃഗങ്ങളെ വധിച്ച് യാഗത്തിൽ ഓരോ കർമ്മങ്ങൾ ചെയ്തിട്ട് ദേവന്മാരെ സന്തോഷിപ്പിക്കുക പതിവാണ്. യാഗത്തിൽ മൃഗങ്ങളെ കൊല്ലും, പല മൃഗങ്ങളെയും കൊല്ലും. ആടിനെ കൊല്ലും, കുതിരയെ കൊല്ലും, പല മൃഗങ്ങളെയും കൊന്ന് ആണ് യാഗം നടത്തുക. അപ്പോൾ അതുകൊണ്ട് ആരാ സന്തോഷിക്കുക? ദേവന്മാർ സന്തോഷിക്കും. ദേവന്മാർക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത്തരം തൽക്കർമ്മങ്ങൾ ചെയ്യണത്. അപ്പോൾ പശോ ആലംബ മാത്രേണ, മൃഗത്തെ വധിച്ച് ദേവന്മാരെ സന്തോഷിപ്പിക്കുന്ന അശ്വമേധയാഗം ഭഗവാൻ ചെയ്തു. അശ്വമേധത്തിന് ശരിക്കും പറയുകയാണെങ്കിൽ കുതിരയെ വധിക്കാൽ മാത്രം പോരാ. കുതിരയെ വധിക്കൽ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. എത്ര കർമ്മങ്ങളുണ്ട് അശ്വമേധം എന്ന് പറഞ്ഞാൽ? ഒരു പട്ടി കർമ്മങ്ങളുണ്ട്, പല ദിവസങ്ങളായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ. അതാണ് അശ്വമേധം. ഇവിടെയോ കുതിരയെ വധിക്കുക മാത്രം ചെയ്തിട്ട് ദേവന്മാരെ സന്തോഷിപ്പിച്ചു. കാരണം കുതിര വധിച്ചപ്പെട്ടപ്പോൾ ദേവന്മാർ സന്തോഷിച്ചു. അപ്പോൾ പല കർമ്മങ്ങളെ കൊണ്ട് അശ്വമേധം നടത്തി ദേവന്മാരെ സന്തോഷിപ്പിക്കുന്നതിന് പകരം കുതിരവധം മാത്രം നടത്തിയിട്ടുള്ള ഒരു അശ്വമേധം ഇവിടെ നടക്കേണ്ടായി. അശ്വമേധം എന്ന് പറഞ്ഞാൽ കുതിരയെ കൊല്ലുക എന്നുള്ള അർത്ഥത്തിലാണ്. യാഗത്തിൻ്റെ പേരെ പക്ഷേ ഒരുപാട് കർമ്മങ്ങളുണ്ട്, വെറും കുതിരയെ കൊല്ലൽ മാത്രം അല്ല. ഇവിടെയോ കുതിരയെ കൊല്ലൽ മാത്രമായി.
അപ്പോൾ ഒരു പുതിയ അശ്വമേധം കൊണ്ട് ദേവന്മാരെ ഭഗവാൻ തെട്ടിച്ചു. അതുവരെ ചെയ്യാത്തതായിട്ടുള്ള അശ്വമേധമാണ് ഇവിടെ ഭഗവാൻ ചെയ്തത്. ആലംബമാത്രേണ, ഈ ആലംബം എന്ന് പറഞ്ഞാൽ കുതിരയെ കൊല്ലണ പ്രവർത്തിക്കുക പറയുക. അത് യാഗത്തിലത്തെ ചെറിയ ഒരു ഭാഗം മാത്രമാണ്, എത്രയോ ചെറിയൊരു കർമ്മമാണ്, ഒരു ഭാഗം മാത്രമാണ്. ആലംബമാത്രേണ, ആലംബം ജീവികളെ കൊല്ലുന്ന ആ ഒരു പ്രക്രിയയ്ക്കാണ് പറയുക ആലംബനം. ആ വാക്ക് അങ്ങനെ വരിക. ഇവിടെ ആ ആലംബനം മാത്രമേ ഉണ്ടായുള്ളൂ, വേറെ കർമ്മങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനൊരു പുതിയ അശ്വമേധത്തിന് ഭഗവാൻ തുടക്കം കുറിച്ചു എന്ന് തമാശയായിട്ട് പറഞ്ഞിരിക്കുക. ആലംബമാത്രേണ പശോസുരാണ്, പശു മൃഗത്തെ കൊല്ലുക. ഇവിടെ കുതിരയാണ് മൃഗം എന്ന് മാത്രം. പശു ഇവിടെ മൃഗം എന്നർത്ഥമാണ്, പശുവിനെ കൊല്ലില്ലല്ലോ, പശുവിനെ നമ്മൾ കൊല്ലാറില്ല. ഇപ്പോൾ പശു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം സാന്ദർഭികമായിട്ട് മൃഗം, ഒരിക്കലും ഗോ എന്നുള്ള അർത്ഥമല്ല. അതിനെ കൊല്ലില്ല, ഏത് യാഗത്തിലും അതിനെ കൊല്ലില്ല, അതിനൊരു കർമ്മം നമുക്കില്ല. ഇപ്പോൾ ഇവിടെ മൃഗത്തിനെ കൊന്ന് ആലംബം മാത്രം ചെയ്തിട്ട് ഒരു സിമ്പിൾ അശ്വമേധം ആദ്യമായിട്ട് ഭഗവാൻ ചെയ്തതാണ്. പ്രസാദകേ നൂത്തന ഇവ അശ്വമേധേ, നൂത്തന പുതിയ അശ്വമേധം ചെയ്ത്, ഇതുവരേക്കില്ലാത്തൊരു പുതിയ രീതിയിൽ ഉള്ള അശ്വമേധത്തെ ചെയ്ത് ദേവന്മാരെ ഭഗവാൻ ആദ്യമായിട്ട് സന്തോഷിപ്പിച്ചു. കുതിരയെ കൊല്ലുക മാത്രമായിട്ട് ഇങ്ങനെ ചെയ്യാറില്ല, വേറെ എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. കൃതേ ത്വയാ ഹർഷവശാൽ സുരേന്ദ്ര, ദേവേന്ദ്രൻ സന്തോഷിച്ച് ത്വാം തുട്ടുപൂ കേശവനാമധേയം, അങ്ങയുടെ നേരെ സന്തോഷിച്ച് കേശവൻ എന്ന പേര് അങ്ങേക്ക് നൽകുകയും ചെയ്തു. കേശിയെ കൊന്നതുകൊണ്ട് കേശവൻ. ശുഭാശംസകളോടുകൂടി നിർത്തുന്നു. നമസ്കാരം.